ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽ. മണ്ണിൻ്റെ ഷിയർ സ്ട്രെങ്ത് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. മണ്ണിൻ്റെ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു എൻജിനീയറിംഗ് പ്രോപ്പർട്ടിയാണ് മണ്ണിൻ്റെ. മണ്ണിലോട്ട് ഹെവി ലോഡ് വരുമ്പോൾ ആ മണ്ണിൻ്റെ സ്ഥിരത നിർണ്ണയിക്കുന്നത് ഷിയർ സ്ട്രെങ്ത് വഴിയാണ്. അതുപോലെ മണ്ണിടിച്ചിൽ, നമ്മുടെ ഹെവി ലോഡുകളിൽ മണ്ണിൻ്റെ നിലനിൽപ്പ്, ഇതെല്ലാം ഷിയർ സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ഷിയർ സ്ട്രെങ്ത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ദ ഷിയർ സ്ട്രെങ്ത് ഓഫ് എ സോയിൽ ഈസ് ഇറ്റ്സ് മാക്സിമം റെസിസ്റ്റൻസ് ടു ഷിയർ സ്ട്രെസ് ജസ്റ്റ് ബിഫോർ ദ ഫെയിലുവർ. ഒരു മണ്ണ് ഫെയിലുവർ സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ എത്രമാത്രം പ്രതിരോധം അതിൻ്റെ ഷിയർ സ്ട്രെസ്, അതിലോട്ട് അനുഭവപ്പെടുന്ന ഷിയർ സ്ട്രെസ്സിൽ കൊടുക്കുന്നുണ്ടോ അതിനെയാണ് മണ്ണിൻ്റെ ഷിയർ സ്ട്രെങ്ത് എന്ന് വിളിക്കുന്നത്. ഇതിൽ ഈ മണ്ണിൻ്റെ ഫെയിലിയർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു മണ്ണെടുത്തു കഴിഞ്ഞാൽ ഈ ഇതൊരു സോയിൽ പാർട്ടിക്കിളാണെന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ സോയിൽ ഇതിനകത്ത് ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്, സോയിൽ പാർട്ടിക്കിൾസ് ഉണ്ട്, അതുപോലെ ഓയിഡ്സ് എല്ലാം അടങ്ങിയതാണ് നമ്മുടെ മണ്ണെന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു സോയിൽ പാർട്ടിക്കിൾ മറ്റ് ഏതെങ്കിലും ഒരു സോയിൽ പാർട്ടിക്കിളിന് റിലേറ്റീവായിട്ട് അതിന് ഇങ്ങോട്ടോ അങ്ങോട്ടോ ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഒരു സ്ഥാനമാറ്റം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ സോയിലിൻ്റെ ഫെയിലുവർ എന്ന് പറയുന്നത്. അല്ലാതെ ഈ പാർട്ടിക്കിൾസിൻ്റെ ബ്രേക്കിങ്ങിനെ അല്ല നമ്മൾ ഫെയിലുവർ എന്ന് പറയുന്നത്. ഈ പാർട്ടിക്കിളിന് വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിന് വിത്ത് റെസ്പെക്റ്റുമായിട്ട് എന്തെങ്കിലും ഒരു സ്ഥാനമാറ്റം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇതിനെയാണ് ആ മണ്ണിൻ്റെ ഫെയിലുവർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ മണ്ണിലോട്ട് ഒരു ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുമ്പോൾ ഈ പാർട്ടിക്കിൾസിന് ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ഫോഴ്സാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഫോഴ്സിനെതിരെ മണ്ണ് സ്വയം പ്രതിരോധിക്കും. ഈ ഫോഴ്സിനെതിരെ ഈ പാർട്ടിക്കിൾസിനെ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടൊരു സ്ട്രെങ്ത് മണ്ണ് സ്വയം ഉണ്ടാക്കിയിരിക്കും. അതിനെയാണ് നമ്മൾ മണ്ണിൻ്റെ ഷിയർ സ്ട്രെങ്ത്, അതായത് ഇത് മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ ആ മണ്ണ് ആ ഷിയർ സ്ട്രെസ്സിനെതിരെ കൊടുക്കുന്ന പ്രതിരോധത്തിനെയാണ് നമ്മൾ ആ മണ്ണിൻ്റെ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. മണ്ണിൻ്റെ ഈ ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോഹർ കൂളം തിയറിയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് ഷിയർ സ്ട്രെങ്തിനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഇൻ്റർലോക്കിംഗ് ബിറ്റ്വീൻ പാർട്ടിക്കിളുകൾക്ക് ഇടയിലുള്ള ഇൻ്റർലോക്കിംഗ്. അതെന്ന് വെച്ചാൽ നമ്മളിപ്പം മണ്ണെടുത്തു കഴിഞ്ഞാൽ മണ്ണിനകത്ത് ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഈ പാർട്ടിക്കിൾസുകൾ തമ്മിൽ ഒരു ഇൻ്റർലോക്കിംഗ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ പാർട്ടിക്കിൾസ് ഒരു റൗണ്ട് ഷേപ്പിലുള്ള പാർട്ടിക്കിൾസ് ആണെങ്കിൽ ഇവ തമ്മിലുള്ള ഇൻ്റർലോക്കിംഗ് വളരെ കുറവായിരിക്കും. അതേസമയത്ത് ഇറഗുലർ ഷേപ്പിലുള്ള പാർട്ടിക്കിൾസുകളാണെങ്കിൽ ഇവ തമ്മിൽ ഒരു ഇൻ്റർലോക്കിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർലോക്കിംഗ് ഉണ്ടെങ്കിൽ ഇത് ഷിയർ സ്ട്രെങ്തിനെ കൂട്ടും. ഇനി രണ്ടാമത് മണ്ണെടുത്തു കഴിഞ്ഞാൽ മണ്ണിൻ്റെ പാർട്ടിക്കിൾസിനിടയിലുള്ള ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ആണ് രണ്ടാമത്തെ ഫാക്ടർ. അപ്പോൾ രണ്ട് പാർട്ടിക്കിൾസ് എടുത്തു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിൾസിന് നമുക്ക് ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഈ ഇവർക്കിടയിൽ ഒരു ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. അതും ഷിയർ സ്ട്രെങ്തിനെ കൂട്ടുന്ന ഒരു ഘടകമാണ്. അടുത്ത മൂന്നാമത് വന്നു കഴിഞ്ഞാൽ ഇൻ്റർ മോളിക്കുലർ അട്രാക്ഷൻ. ഇതിനകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള മോളിക്യൂൾസുകൾ തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കും. ക്ലേ സോയിലൊക്കെ അങ്ങനെയുള്ള സോയിലാണ് ക്ലേ എന്നൊക്കെ പറയുന്നത്. ഈ ഇൻ്റർ മോളിക്കുലർ അട്രാക്ഷനും അതിനകത്ത് കൊഹിഷനൊക്കെയാണ് അതിന് ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻ്റർ മോളിക്കുലർ അട്രാക്ഷനും ഷിയർ സ്ട്രെങ്തിനെ കൂട്ടും. അപ്പോൾ ടോട്ടലി ഒരു മണ്ണിൻ്റെ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇത് മൂന്ന് ഫാക്ടറുകളുടെയും കൂടെ ആകെത്തുകയാണ്. അതായത് പാർട്ടിക്കിൾസ് ഇടയിലുള്ള ഇൻ്റർലോക്കിങ്ങും അവരുടെ തമ്മിലുള്ള ഫ്രിക്ഷണൽ റെസിസ്റ്റൻസും അതുപോലെ അവ തമ്മിലുള്ള ഇൻ്റർ മോളിക്കുലർ അട്രാക്ഷൻ, ഇത് മൂന്നിൻ്റെയും കൂടെ ആകെത്തുകയാണ് ഒരു മണ്ണിൻ്റെ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മണ്ണുകൾ നോക്കിക്കഴിഞ്ഞാൽ മണ്ണുകൾ പല തരത്തിലുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കോഴ്സ് ഗ്രെയിൻഡ് സോയിൽ എടുത്തു കഴിഞ്ഞാൽ കോഴ്സ് ഗ്രെയിൻഡ് സോയിലിന് ഉദാഹരണം എന്ന് പറയുന്നത് ഗ്രേവലാണ്. നമ്മളെ ചല്ലിയൊക്കെയാണ് അതിന് ഉദാഹരണം എന്ന് പറയുന്നത്. ഈ ഗ്രേവലുകൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞ ഇൻ്റർലോക്കിംഗ് ഉണ്ടായിരിക്കും, പാർട്ടിക്കിൾസിനിടയിലുള്ള ഇൻ്റർലോക്കിംഗ് ഉണ്ടായിരിക്കും. അതുപോലെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസും ഉണ്ടായിരിക്കും, പാർട്ടിക്കിൾസിനിടയിൽ ഒരു ഫ്രിക്ഷണൽ റെസിസ്റ്റൻസും ഉണ്ടായിരിക്കും. എന്നാൽ കൊഹിഷൻ ഉണ്ടാവില്ല.
അപ്പോൾ അങ്ങനെയുള്ളതാണ് കോഴ്സ് ഗ്രെയിൻഡ് സോയിൽ എന്ന് പറയുന്നത്. ഉദാഹരണം ഗ്രേവലാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഗ്രേവൽ നമ്മൾ ചല്ലിയൊക്കെ എടുത്ത് മുകളിൽ നിന്ന് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതങ്ങനെ ചെതറിപ്പോവും. അവ തമ്മിൽ ഒരു കൊഹിഷൻ ഉണ്ടായിരിക്കില്ല, പാർട്ടിക്കിൾസ് തമ്മിൽ കൊഹിഷൻ ഉണ്ടാവില്ല, എന്നാൽ ഇൻ്റർലോക്കിങ്ങും ഫ്രിക്ഷനും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതിനെ കൊഹിഷൻലെസ് സോയിൽ എന്നും അറിയപ്പെടുന്നുണ്ട്. അതാണ് ഒരു ടൈപ്പ് സോയിൽ എന്ന് പറയുന്നത്, കോഴ്സ് ഗ്രെയിൻഡ് സോയിൽ എന്ന് വിളിക്കും. രണ്ടാമത് സിൽറ്റി സോയിലാണ്. നമ്മൾ സിൽറ്റി സോയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ പാർട്ടിക്കിൾക്കിടയിലുള്ള ഇൻ്റർലോക്കിങ് കാണത്തില്ല, എന്നാൽ ഫ്രിക്ഷനും കൊഹിഷനും കാണും. അതുകൊണ്ട് തന്നെ ഈ സിൽറ്റി സോയിലുകളെ നമ്മൾ അറിയപ്പെടുന്നത് C5 സോയിൽ എന്നാണ്. ഇതിൽ C എന്ന് പറയുന്നത് കൊഹിഷനും 5 എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷനാണ്. അപ്പോൾ ഇതിൽ കൊഹിഷനും ഫ്രിക്ഷനും ഉള്ളതുകൊണ്ട് സിൽറ്റി സോയിലുകളെ C5 സോയിൽ എന്നും അറിയപ്പെടുന്നുണ്ട്. അടുത്തതായിട്ട് ഫൈൻ ഗ്രെയിൻഡ് സോയിലാണ്. അതിന് ഉദാഹരണം എന്ന് പറയുന്നത് ക്ലേ ആണ്. ഈ ഫൈൻ ഗ്രെയിൻഡ് സോയിലിന് ഉള്ള പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് പൂർണ്ണമായിട്ടും കൊഹസീവ് ഫോഴ്സ് ഇതിനകത്തുണ്ടായിരിക്കും. അതുകൊണ്ട് ഇതിനെ കൊഹസീവ് സോയിൽ എന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ ഫ്രിക്ഷൻലെസ് സോയിൽ എന്നും ഫൈൻ ഗ്രെയിൻഡ് സോയിലുകളെ അറിയപ്പെടുന്നുണ്ട്. ഇവിടെ മോഹർ കൂളം തിയറിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നോർമൽ സ്ട്രെസ്സിൻ്റെ ഒരു ഫംഗ്ഷനായിട്ടാണ് എടുത്തിരിക്കുന്നത്. S=F(σ). അപ്പോൾ എന്താണ് ഷിയർ സ്ട്രെസ്, നോർമൽ സ്ട്രെസ്, ഇവ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു നോക്കാം. നമ്മളിപ്പോൾ ഒരു സോയിൽ എടുത്തു കഴിഞ്ഞാൽ, ഇതൊരു സോയിലാണെങ്കിൽ ഇതിനകത്തോട്ട് നമ്മളുടെ ഒരു നോർമൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇത് ഈ പാർട്ടിക്കിൾസിനെ ഇങ്ങോട്ടും പ്രസ് ചെയ്ത് നീക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഈ നോർമൽ സ്ട്രെസ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ഇതിനകത്തോട്ടുള്ള ഫോഴ്സും കൂടിക്കൊണ്ടിരിക്കും. ഇതാണ്. അതുകൊണ്ട് തന്നെ നോർമൽ സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് ഇതിനകത്തുണ്ടാകുന്ന ഷിയർ സ്ട്രെസ്സും കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എടുത്തിരിക്കുന്നത്. ഈ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് നോർമൽ സ്ട്രെസ്സാണ്. നോർമൽ സ്ട്രെസ് കൂടുമ്പോൾ തന്നെ ഷിയർ സ്ട്രെസ്സും കൂടുന്നുണ്ട്. ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല ചെറിയ വെയിറ്റുള്ള ഒരു വസ്തു എടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് ചെറിയൊരു വെയിറ്റ് വരുമ്പോഴത്തേക്ക് ഈ വെയിറ്റ് താഴോട്ടാണ് ആക്ട് ചെയ്യണത്. ഇതിനെ നമുക്ക് തള്ളി മാറ്റാൻ കുറച്ച് പ്രഷർ കൊടുത്താൽ മതി. അതേസമയം വലിയ വെയിറ്റുള്ള ഒരു വസ്തുവാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ വെയിറ്റ് താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതിനെ തള്ളി നീക്കാൻ ഒരുപാട് ഫോഴ്സ് എടുക്കണം. അതായത് ഈ താഴോട്ട് ആക്ട് ചെയ്യുന്ന നോർമൽ ഫോഴ്സ് ഈ സൈഡിലോട്ട് അനുഭവപ്പെടുന്ന ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഫംഗ്ഷൻ എടുത്തിരിക്കുന്നത്. അപ്പം ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് നോർമൽ സ്ട്രെസ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഷിയർ സ്ട്രെങ്ത് എസ്സിനെയും നോർമൽ സ്ട്രെസ്സിൻ്റെ ഫംഗ്ഷനായിട്ട് എടുക്കാൻ പറ്റും. ഇതാണ് നമ്മൾ ഒന്നാമതായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ഇക്വേഷൻ. ഇനി നമ്മൾ ഒരു ഗ്രാഫാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതിൽ ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും വരച്ചു. ഈ എക്സ് ആക്സിസിൽ നോർമൽ സ്ട്രെസ് സിഗ്മ എന്നും എടുത്തു, വൈ ആക്സിസിൽ ഷിയർ സ്ട്രെസ് ടോയും എടുത്തു. ഇനി നമ്മളൊരു നോർമൽ സ്ട്രെസ് കൺസിഡർ ചെയ്യും. സിഗ്മ എൻ എന്ന് പറയുന്ന ഒരു നോർമൽ സ്ട്രെസ് ഇവിടം തൊട്ട് ഇതുവരെ നമ്മൾ എടുക്കും. ഇനി നമ്മളിവിടെ എടുക്കുന്ന സോയിൽ എന്ന് പറയുന്നത് C5 സോയിലാണ്. അതായത് സ്ലിറ്റാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ആവശ്യത്തിന് കൊഹിഷനുണ്ട്, കൊഹസീവ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ കൊഹസീവ് ഫോഴ്സ് മണ്ണിൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. അത് നമ്മൾ ഇവിടെ ആയിട്ട് C എന്ന് പറയുന്ന ഒരു കൊഹസീവ് ഫോഴ്സ് ഇവിടെ രേഖപ്പെടുത്തി. ഇനി അടുത്ത നമ്മൾ ഈ C5 സോയിൽ എടുക്കുമ്പോൾ അതിനകത്ത് കൊഹിഷനും ഉണ്ടായിരിക്കും, അതുപോലെ ഫ്രിക്ഷനും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഫ്രിക്ഷനും നോർമൽ സ്ട്രെസ്സും തമ്മിലുള്ള ഒരു റിയാക്ഷൻ നോക്കുമ്പോൾ ഗ്രാഫിക്കലി അതിങ്ങനെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പ്ലോട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിനിടയിലുള്ള ഈ ഒരു ആംഗിളുണ്ട്, ഇതിനെ നമ്മൾ ഫൈ എന്നാണ് വിളിക്കുന്നത്. അതിനെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ വാല്യൂ, ബട്ട് ഇവിടം തൊട്ട് ഈ ഒരു പോയിൻ്റ് വരെയാണ് സിഗ്മ സ്ട്രെസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പോയിൻ്റ് തൊട്ട് ഇതുവരെയുള്ള ഈ വാല്യൂ ആണ് യഥാർത്ഥത്തിൽ മണ്ണിൻ്റെ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമുക്ക് ഇതുവരെയുള്ള വാല്യൂ നമുക്കറിയാം C ആണ്. ഇനി ഈ വാല്യൂ കണ്ടുപിടിക്കണം. ഈ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ ഇത്രയും നമുക്കറിയാം സിഗ്മ എൻ, അതുപോലെ ഇവിടെ ഒരു ആംഗിളുണ്ട് ഫൈ. അപ്പോൾ നമുക്ക് അത് വെച്ച് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊരു മട്ടത്രികോണമാണ്. നമ്മളിപ്പോൾ ഈ സൈഡിനെ A എന്ന് പറഞ്ഞ വാല്യൂ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഇവിടുത്തെ നമ്മൾ ടാൻ ഫൈ എടുത്തു കഴിഞ്ഞാൽ ഈ എതിർവശം ബൈ സമീപവശം, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ് ബൈ. ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ A എന്ന് എടുത്തു, A. ഈ സൈഡ് സിഗ്മ എൻ എന്നറിയാം.
അതുകൊണ്ട് എ എന്ന് പറയുന്നത് സിഗ്മ എൻ ടാൻ ഫൈ ആയിരിക്കും. സിഗ്മ എൻ ഇൻറ്റു ടാൻ ഫൈ ആയിരിക്കും ഈ സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ടോ എഫ് എന്ന് പറയുന്നത് സി പ്ലസ് സിഗ്മ എൻ ഇൻറ്റു ടാൻ ഫൈ. ഇതാണ് മൊഹർ കൂളം തിയറി വഴിയുള്ള ഷിയർ സ്ട്രെങ്ത് നമ്മളൊരു മണ്ണിൻ്റെ കണക്ക് കൂട്ടുന്നത് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ്. ടി എഫ് ഇസിക്കട്ട് സി പ്ലസ് സിഗ്മ എൻ ടാൻ ഫൈ. ഈ ഇക്വേഷന് പിന്നീട് ചെറിയ തിരുത്തുകളൊക്കെ ഉണ്ടായി. ഇതിൽ സിയും അതുപോലെ ഈ ഫൈയും വ്യത്യാസപ്പെടുമെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഒരു മണ്ണെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് അനുസരിച്ച് അതിനകത്തുള്ള സിക്കും ഫൈക്കും ഒക്കെ വ്യത്യാസം വരുമെന്ന് പിന്നീട് തെളിയിച്ചു. അതുവഴി നമ്മൾ മണ്ണിലോട്ട് അപ്ലൈ ചെയ്യുന്ന നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത് എഫക്റ്റീവ് സ്ട്രെസ്സാണ്, ടോട്ടൽ സ്ട്രെസ് അല്ല എന്ന് പറയുകയും ഈ ഇക്വേഷൻ പിന്നീട് ടി എഫ് ഈസ് ഈക്വൽ ടു സി ഡാഷ് പ്ലസ് സിഗ്മ എൻ ഇൻറ്റു ടാൻ ഫൈ ഡാഷ് ഇങ്ങനെ ഒരു ഇക്വേഷനായി മാറുകയും ചെയ്തു. ഇത് എഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ ടേമിലാണ് ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നത്. ഈ ഇക്വേഷനെ റിവൈസ്ഡ് മൊഹർ കൂളം ഇക്വേഷൻ എന്നാണ് അറിയപ്പെടുന്നത്.